ഡോമിനാർ 9 മുതൽ എൻഗേജ് ആയിട്ടുള്ളത്. ഇതിന് ഹാൻഡിൽ ബാർസിൻ്റെ കാര്യം എടുത്തു പറയണം. നല്ല സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിട്ട് 100 mm ആണ് ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റ് വരുന്നത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ടർബോ 4.9. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ബജാജിൻ്റെ ഡോമിനാറാണ്. D250 എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ ഡോമിനാറിൻ്റെ ഒരു വേരിയൻ്റാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും പുതിയ ബജാജിൻ്റെ ഡോമിനാർ 250. എടുത്തുള്ളത് എൻ്റെ ഫ്രണ്ട് ഗൗതമാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ട് അജിലും ഉണ്ട് കൂടെ. അപ്പോൾ നമ്മൾ 3 പേരോടായിരുന്നു ഇന്ന് ഈ ഒരു വണ്ടിയുടെ വീഡിയോ ആയി ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ വണ്ടിയുടെ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ, നേരത്തെ വന്ന ആ സെയിം DRLോട് കൂടിയ ആ ഒരു LED ഹെഡ്ലാമ്പ് യൂണിറ്റാണ് ഇതിലിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് നേരെ താഴേക്ക് വരുമ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് ഫൈബർ ഫിനിഷിലുള്ള ഒരു മഡ് ഗാർഡാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലെ ഒരു ഗ്ലോസി ഫിനിഷും അതുപോലെ തന്നെ ഉള്ളിലെ ഒരു മാറ്റ് ഫിനിഷിലുമാണ് ഈ ഒരു മഡ് ഫ്ലാപ്പ് വരുന്നത്. അവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഒരു ഡിസ്ക് കൊടുത്തിട്ടുള്ളത്. ഇതൊരു 17 mm ഡിസ്ക് ബ്രേക്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഡ്യുവൽ ചാനൽ ABS ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ബൈബ്രയുടെ ഒരു ബാഡ്ജിങ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് കാണാം. അതുപോലെ തന്നെ ടയറിൻ്റെ കാര്യം പറയുമ്പോൾ 100/80 17 ഇഞ്ചിൻ്റെ ടയർ സൈസാണ് വരുന്നത്. ഒരു ബ്ലാക്ക് ഫിനിഷിലുള്ള അലോയിലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ 400 കണ്ടായിരുന്നു. ഇതിലൊരു ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് 400ൻ്റെ അലോയ് വരുന്നത്. ഇതിലൊരു സിംഗിൾ ടോണിൽ ബ്ലാക്ക് ആയിട്ടുള്ള അലോയ് വീൽസാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് സസ്പെൻഷനെ പറ്റി പറയുമ്പോൾ ഇതൊരു 37 mm USD ഫോർക്ക് സസ്പെൻഷനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഗോൾഡൻ ഫിനിഷോ കാര്യങ്ങളൊന്നും തന്നെയില്ല, ജസ്റ്റ് ഒരു സിൽവർ ഫിനിഷ് തന്നെയാണ് ഒരു സസ്പെൻഷൻ വരുന്നത്. അവിടെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ കളറിനെ പറ്റി പറയുമ്പോൾ ഈ ഒരു വാഹനം 3 കളർ ഓപ്ഷനിൽ അവൈലബിൾ ഉണ്ട്. ഒന്ന് സിട്രസും, ഒന്ന് റെഡും, പിന്നെ അതേ ഒരു ബ്ലാക്ക് ഫിനിഷും. ഈ 3 കളറിനോടൊപ്പം ഈ ഒരു സിൽവർ ഫിനിഷ് വരുന്നുണ്ട്. ആ ഒരു ടാങ്കിൻ്റെ മുൻഭാഗം അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ ആ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുള്ളത് കാണാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് സിൽവറിൻ്റെ ഒരു സ്റ്റിക്കറിങ് വരുന്നുണ്ട്. ടാങ്കിന് മുകളിൽ ആ ഒരു ഗ്രാഫിക്സ് കയറി നിൽക്കുന്ന രീതിയിലാണ് വരുന്നത്. ഡോമിനാറിൻ്റെ ഒരു ബാഡ്ജിങ് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇരു ഭാഗങ്ങളിലും ഡോമിനാറിൻ്റെ വലിയൊരു ബാഡ്ജിങ് ആണ്. അതുപോലെ തന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തെ D250യുടെ ഒരു ബാഡ്ജിങ്ങും വരുന്നുണ്ട്. അവിടെ നിന്ന് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് 2156 mm, വിഡ്ത്ത് 836 mm, അതുപോലെ തന്നെ ഹൈറ്റ് വരുന്നത് 1112 mm ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ പറ്റി പറയുമ്പോൾ 157 mm ആണ് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റുള്ളൊരു വാഹനം കൂടിയാണ്. ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിനിലേക്ക് വരുമ്പോൾ ഇതൊരു സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത്. ലിക്വിഡ് കൂൾഡായിട്ടുള്ള കൂളിംഗ് സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. 27 PS പവർ അതുപോലെ തന്നെ 23 Nm ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത്. സൈഡിലൊരു ബജാജിൻ്റെ ലോഗോ കാണാൻ അതിന് ചുറ്റൊരു ബ്രോൺസ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റൈഡ് ചെയ്യുന്ന പൊസിഷനിൽ നമുക്ക് ഇച്ചിരി ഹഗ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ടാങ്കിൻ്റെ പൊസിഷനിങ് ഒക്കെ വരുന്നത്. ഈ ഒരു ഭാഗത്തിൻ്റെ ചേസൊക്കെ വിസിബിളാണ്. അവിടെ നിന്ന് അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് താഴേക്ക് വരുമ്പോൾ ഈ ഒരു പില്ലൻ ഫുട്രസ്റ്റിനുള്ള ഈ ഒരു പോർഷനൊക്കെ തന്നെ വരുന്നത്. അത് അത്യാവശ്യം അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. പില്ലൻ ഫുട്രസ്റ്റ് ഈ ഒരു ഹൈറ്റിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഡ്രൈവറിൻ്റെ ഫുട്രസ്റ്റ് ഈ ഒരു പോർഷനിൽ തന്നെ ഒരു മെറ്റൽ ഫിനിഷുള്ള ബ്രേക്ക് പെഡൽസാണ് ഇതിൽ വരുന്നത്. ഈ ഒരു ഭാഗത്തായി തന്നെ ഇതിൻ്റെ ബ്രേക്കിൻ്റെ ഓയിലും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുള്ളത് കാണാം. അതുപോലെ തന്നെ പിന്നിലെ ഒരു മോണോഷോക്കിൻ്റെ സസ്പെൻഷനാണ് വരുന്നത്. വിത്ത് നൈട്രോക്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു സസ്പെൻഷൻ യൂണിറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവിടെ തന്നെ പിന്നിലേക്ക് വരുമ്പോൾ ഈ ചെറിയൊരു ഹഗർ ഇവിടെ കൊടുത്തിട്ടുള്ളത് കാണാം. അതുപോലെ തന്നെ പിന്നിലെ ടയർ സൈസ് വരുന്നത് 130/70 R17 ഇഞ്ചിൻ്റെ ടയർ സൈസാണ് പിന്നിൽ വരുന്നത്. ടയറിനുള്ളിൽ ചെറിയ ഗ്രാഫിക്സുകളും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് കാണാം. ഡിസ്ക് ബ്രേക്സ് ആണ്. അതുപോലെ തന്നെ ഡ്യുവൽ ചാനൽ ABS ആണെന്ന് പറഞ്ഞായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ നേരത്തെ ആ ഒരു സെയിം ടെയിൽ ലാമ്പ് യൂണിറ്റാണ് കാണാൻ സാധിക്കുന്നത്. LED കൂടിയ ജസ്റ്റ് ഓണായി കാണിച്ചു തരാം. ഈ ഒരു ഇതിലാണ് ഒരു ടെയിൽ ലാമ്പിൻ്റെ ഡിസൈൻ യൂണിറ്റ് വരുന്നത്. അതുപോലെ തന്നെ LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഹസാർഡ് ലാമ്പോ കാര്യങ്ങളൊന്നും തന്നെയില്ല, ജസ്റ്റ് നോർമൽ ഇൻഡിക്കേറ്റേഴ്സാണ് ഈ ഒരു വാഹനത്തിൽ കാണാൻ സാധിക്കുന്നത്. അതും LED ആണ്. അവിടെ നിന്ന് ഇച്ചിരി പിന്നിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഒരു നമ്പർ പ്ലേറ്റിൻ്റെ ഒക്കെ തന്നെ പൊസിഷനിങ് വരുന്നത്. താഴെ ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുള്ളത് കാണാം. വേറെ ഹഗറോ കാര്യങ്ങളൊന്നും തന്നെ താഴെ കൊടുത്തിട്ടില്ല. ചെയിനിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ഒരു ഹാഫ് കവേർഡ് രീതിയിലാണ് ചെയിൻ വരുന്നത്. താഴെ ചെയിനും കാര്യങ്ങളൊക്കെ തന്നെ വിസിബിളാണ്. അതുപോലെ തന്നെ ചെറിയൊരു സാരി ഗാർഡ് വരുന്നുണ്ട്. ഒരു ഫുഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ ലേഡീസിൻ്റെ വരുന്നില്ല. അവിടുന്ന് തന്നെ ഈ ഒരു ഭാഗത്ത് സസ്പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ സൈഡിൽ നിന്ന് വിസിബിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗങ്ങളിലായിട്ടും റിഫ്ലക്ടേഴ്സ് കൊടുത്തിട്ടുള്ളത് കാണാം. അതുപോലെ തന്നെ നല്ല ഗ്രിപ്പ് വരുന്നൊരു ഗ്രാബ് ഹാൻഡിൽസും കാര്യങ്ങളുമാണ്. അത് നല്ല അഗ്രസീവുള്ള ഷേപ്പിലാണ് വരുന്നത്. സ്പ്ലിറ്റ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽസാണ് പിന്നിൽ വരുന്നത്. അവിടെ തന്നെ ഒരു ഗിയറിൻ്റെ കാര്യം പറയുമ്പോൾ ഇതൊരു 6 സ്പീഡ് ട്രാൻസ്മിഷനാണ് വരുന്നത്. 1 താഴോട്ടും ബാക്കിയെല്ലാം അപ്പ് സൈഡുമാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ തന്നെ സൈഡിലൊരു ചെറിയ ക്രാഷ് ഗാർഡ് കൊടുത്തിട്ടുള്ളത് കാണാം. അതിനുള്ളിലാണ് ആ ഒരു റേഡിയേറ്റർ ഗ്രില്ല് വരുന്നത്. ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ തന്നെ ആ ഒരു റേഡിയേറ്റർ ഗ്രില്ലും കാര്യങ്ങളൊക്കെ തന്നെ വിസിബിളാണ്. അതുപോലെ ഒരു സിംഗിൾ ഹോണാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. താഴെ ഒരു എഞ്ചിന് നല്ലൊരു കവറിങ് കൊടുത്തിട്ടുള്ളത് കാണാം. അത് നല്ലൊരു ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു സ്പോർട്ടി ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അത് സഹായിക്കുന്നുണ്ട്. അവിടെ നിന്ന് തന്നെ റൈറ്റ് സൈഡിൽ ഈ ഒരു സൈഡിൽ കൂളൻറ്റിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുള്ളത് കാണാം. ഇത്രയൊക്കെയാണ് അപ്പം പുറമേയുള്ള വിശേഷങ്ങളെന്ന് പറഞ്ഞ് ജസ്റ്റ് ഇതിൻ്റെ മീറ്റർ കൺസോളിലേക്ക് നമുക്ക് പോകാം.
ഇതാണ് ഈ ഒരു വാഹനത്തിന് കീ വരുന്നത്. ഡോമിനാർ 9 മുകളിൽ എൻഗ്രേവ് ആയിട്ടുള്ളത് കാണാം. ഈ ഒരു ഭാഗത്താണ് കീ സ്ലോട്ട് വരുന്നത്. മീറ്റർ കൺസോളിലേക്ക് വരുമ്പോൾ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ് വരുന്നത്. താഴെ മോഡിൻ്റെ അതുപോലെ തന്നെ സെറ്റിംഗ്സിൻ്റെ 2 ബട്ടൺസ് കൊടുത്തിട്ടുള്ളത് കാണാം. സ്പീഡോമീറ്ററിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്താണ് RPM മീറ്റർ വരുന്നത്. അതിന് മുകളിൽ സൈഡ് സ്റ്റാൻഡ് ഒരു വാർണിംഗ് കൊടുത്തിട്ടുള്ളത് കാണാം. ഓഡോമീറ്റർ കാണാം. അതുപോലെ തന്നെ ട്രിപ്പ് എ ട്രിപ്പ് ബി ഡിസ്റ്റൻസ് ടു എംപ്റ്റിങ് കാര്യങ്ങളൊക്കെ തന്നെ അതിൽ അറിയാൻ സാധിക്കുന്നുണ്ട്. അവിടെ തന്നെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഗിയർ ഇൻഡിക്കേഷൻ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതിന് മുകളിൽ ടൈം കൊടുത്തിട്ടുള്ളത് കാണാം. അതുപോലെ തന്നെ ഫ്യൂൽ ഗേജ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. സ്പീഡ് നമുക്ക് ഡീറ്റെയിലി അറിയാൻ സാധിക്കുന്ന ഒരു സ്ക്രീൻ ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തിട്ടുള്ളതാണ്. സ്പീഡ് നമുക്ക് അവിടെ അറിയാൻ സാധിക്കുന്നുണ്ട്. അവിടെ താഴേക്ക് വരുമ്പോൾ ഇവിടെ ചെറിയ സ്ക്രീനുള്ളിലാണ് ന്യൂട്രൽ അതുപോലെ തന്നെ എഞ്ചിൻ ഓയിലിൻ്റെ വാർണിങ്ങുകളും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുള്ളത്. RPM ലിമിറ്റിൻ്റെ ഒരു ലൈറ്റ് ഈ ഒരു ഭാഗത്തേയും വരുന്നുണ്ട്. അതുപോലെ തന്നെ ടാങ്കിന് മുകളിലായും ചെറിയൊരു സ്ക്രീൻ വരുന്നുണ്ട്. അതിനുള്ളിൽ നമുക്ക് എഞ്ചിൻ്റെ അതുപോലെ തന്നെ എഞ്ചിൻ ടെമ്പറേച്ചറിൻ്റെ ബജാജിൻ്റെ അതുപോലെ ABSൻ്റെ ഹൈ ബീമിൻ്റെ ഒക്കെ തന്നെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുള്ളത് കാണാം. നമ്മൾ 400ലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തും ഗിയർ ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ തന്നെ അറിയാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇതിൽ അങ്ങനെ കൊടുത്തിട്ടില്ല. അവിടെ നിന്ന് ഇനി ആ ഒരു സ്വിച്ചിൻ്റെയൊക്കെ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ഒരു ബ്ലൂ ഇലുമിനേഷനാണ് ഇതിനുള്ളിൽ കൊടുത്തിട്ടുള്ളത്. മുകളിലെ പാസ് ബീമും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തെ ഹൈ ബീം ലോ ബീമും ഇൻഡിക്കേറ്ററിനുള്ള സ്വിച്ചും അതുപോലെ തന്നെ ഹോണിനുള്ള സ്വിച്ചും കാണാം. ഈ ഒരു സിംഗിൾ ഹോണാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തെ എഞ്ചിൻ കിൽ സ്വിച്ചും കാണാം. അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് ഓൺ ഓഫ് ചെയ്യാനുള്ളൊരു ജസ്റ്റ് സ്വിച്ച് കൊടുത്തിട്ടുള്ളത് കാണാം. അതുപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ടിൻ്റെ ഒരു സ്വിച്ചും വരുന്നുണ്ട്. ക്ലച്ചിൻ്റെ കാര്യം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രത്യേക ഇതൊന്നും കൊടുത്തിട്ടില്ല. അവിടെ തന്നെ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റിനെ പറ്റി പറയുമ്പോൾ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഓൺ ഓഫിൻ്റെ സ്വിച്ച് വരുന്നതെന്ന് പറഞ്ഞായിരുന്നു. ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ടാക്കിയിട്ട് നോക്കാം. ഈ ഒരു ഇതിലാണ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഉള്ള ഒരു DRLൻ്റെ ലുക്ക് ലഭിക്കുന്നത്. ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. ഓഫ് ആകുമ്പോൾ DRL ഓഫ് ആകുന്നുണ്ട്. ചെറിയൊരു DRL മാത്രമേ അതിനുള്ളിൽ ഇപ്പം കത്തുന്നുള്ളൂ. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫുൾ DRL സെറ്റപ്പ് കത്തുന്നത് കാണാം. അതുപോലെ തന്നെ ഹെഡ് ലാമ്പിനുള്ള സ്വിച്ച് നമുക്ക് വരുന്നുണ്ട്. ഹെഡ് ലാമ്പ് ഇടുമ്പോൾ ആ ഒരു DRL ഓഫ് ആകും നമുക്ക് കാണാം. ഈ ഒരു ഇതാണ് ഹൈ ബീം ലോ ബീമും സെറ്റപ്പ് കൊടുത്തിട്ടുള്ളത്. അവിടെ തന്നെ ഒരു മിറേഴ്സൊക്കെ തന്നെ പുതിയൊരു ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പോർഷനൊക്കെ തന്നെ നേരത്തെ കൂടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു മെറ്റലിൻ്റെ ഫിനിഷിലാണ് ഈ ഒരു സ്റ്റാൻഡ് വരുന്നത്. അതുപോലെ മിററിൻ്റെ കാര്യം പറയുമ്പോൾ അത്യാവശ്യം വിസിബിലിറ്റി ആയിരുന്ന മിററുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നേരത്തെ മോഡൽ വൈബ്രേഷൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അത് ഇപ്പോൾ കുറച്ചുകൂടെ റിസോൾവ് ചെയ്തിട്ടുണ്ട്. നല്ല ടൈറ്റായിട്ടുള്ള മിറേഴ്സും കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അവിടെ തന്നെ ആ ഒരു ഫ്യൂൽ ടാങ്കിന് മുകളിലത്തെ പോർഷനിലേക്ക് വരുമ്പോൾ ഒരു ബ്ലാക്ക് ഹൗസിങ്ങിനുള്ളിലാണ് ഒരു ഫ്യൂൽ ക്യാപ്പും അതുപോലെ തന്നെ ഈ ഒരു ചെറിയ സ്ക്രീനും വരുന്നത്. അതിനുള്ള E20യുടെ ഒരു ഫ്യൂലിൻ്റെ ഗേജ് കൊടുത്തിട്ടുള്ളത് കാണാം. സ്റ്റിക്കർ കൊടുത്തിട്ടുള്ളത് കാണാം. അതായത് ഈ ഒരു വാഹനം ഇപ്പം E20 ഫ്യൂൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. അവിടെ തന്നെ സീറ്റിലേക്ക് വരുമ്പോൾ നല്ല കംഫർട്ടായിട്ടുള്ള യാത്ര ചെയ്യാൻ പറ്റുന്ന സീറ്റുകളും കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഈ ഒരു പോർഷനൊക്കെ തന്നെ ടാങ്കിനുള്ളിലേക്ക് കയറുന്ന രീതിയില്ലാതെ നമ്മുടെ ഈ ഒരു തൈസിൻ്റെയൊക്കെ പോർഷൻ നല്ല രീതിയിൽ തന്നെ ഒരു കംഫർട്ട് ലഭിക്കുന്നുണ്ട്. പില്ലൻ സീറ്റിൻ്റെ കാര്യം അത്യാവശ്യം നല്ല ഡീസൻ്റായിട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷനിലാണ് വരുന്നത്. മറ്റേ നമ്മൾ MTയിലൊക്കെ കണ്ടുവന്നിട്ടുള്ള ചെറിയ സീറ്റിംഗ് ഏരിയ അത്യാവശ്യം വിശാലമായിട്ടിരുന്ന് യാത്ര ചെയ്യുന്ന ചെറിയൊരു നോർമൽ സീറ്റിംഗ് ഏരിയയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് തന്നെ ഈ ഒരു സീറ്റ് ഓപ്പൺ ചെയ്യാനുള്ളൊരു കീ സ്ലോട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ഇത് നമുക്ക് കീ ജസ്റ്റ് ഇതിൽ വെച്ചിട്ട് വേണം ഓപ്പൺ ചെയ്യാൻ. ഓപ്പൺ ആകുമ്പോൾ ജസ്റ്റ് ഇതിനുള്ളിലാണ് നമുക്ക് സെറ്റ് ചെയ്ത് ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സെൻസറിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു പോർഷനിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് പൊക്കിയിട്ട് വേണം ഇത് ഓപ്പൺ ചെയ്യാൻ. ഈ ഒരു ഇതിലാണ് ഒരു സീറ്റിങ്ങിൻ്റെ ഇത് വരുന്നത്. ജസ്റ്റ് നമുക്ക് താഴോട്ട് പുഷ് ചെയ്തിട്ട് ലോക്ക് ചെയ്യാവുന്ന സീറ്റ്സാണ് വരുന്നത്. അവിടെ തന്നെ 800 mm ആണ് ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 13 ലിറ്ററാണ്. ഇതാണ് ആ ഒരു ഫ്രണ്ട് വ്യൂ ലഭിക്കുന്നത്. അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ഹാൻഡിലുകളും കാര്യങ്ങളുമാണ് വരുന്നത്. അതുപോലെ തന്നെ ടാങ്കിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു പാഡിങ് കൊടുത്തിട്ടുള്ളത് കാണാം. അത് ഡോമിനാർ എന്നുള്ളതൊക്കെ തന്നെ മുകളിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നല്ല വീതിയുള്ള ടാങ്ക് ഏരിയയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഹാൻഡിൽ ബാർസിൻ്റെ കാര്യം എടുത്തു പറയണം. നല്ല വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാർസാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ അത് റിമൂവബിൾ ആണ്. പിന്നെ ഞാൻ ഇതിൻ്റെ കാര്യം പറഞ്ഞത് നല്ല ടൈറ്റായിട്ടുള്ള മിറേഴ്സും കാര്യങ്ങളാണ് ഇപ്പോഴത്തെ വേരിയൻറ്റിൽ കൊടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വേരിയൻറ്റിൽ അതിന് നല്ല വൈബ്രേഷൻ അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉള്ള വേരിയൻസിൽ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. ഞാൻ എഞ്ചിനോട്ടൊന്ന് കേൾപ്പിച്ചു തരാം. ഫോർ ഹൺഡ്രഡിൽ നിന്ന് കുറച്ചുകൂടെ ഒരു എഞ്ചിൻ നോയ്സ് സ്വീറ്റർ ആക്കിയിട്ടുള്ളത് കൊണ്ട് ഫീൽ ചെയ്തു. കുറച്ചുകൂടെ ഒരു റിഫൈൻഡ് ആയിട്ടുള്ളൊരു സൗണ്ടാണ് ഇപ്പോഴത്തെ 250ൽ കൊടുത്തിട്ടുള്ളത്. ഇനി അവിടെ നിന്ന് ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വരുമ്പോൾ ഏകദേശം 2,38,000 രൂപയാണ് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വന്നിട്ടുള്ളത്.
നമ്മളിത് എടുത്തിട്ടുള്ള ചെങ്ങന്നൂരിൽ നിന്നായിരുന്നു. ചെങ്ങന്നൂർ പ്രാവൻകൂട് ഷോറൂമിൽ നിന്നാണ് ഈ ഒരു വാഹനം എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മൈലേജും കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടില്ല, ജസ്റ്റ് കുറച്ചേ ആയിട്ടുള്ളൂ വണ്ടി എടുത്തിട്ട്. ജസ്റ്റ് ഇത് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു മൈലേജിനെ കുറിച്ചൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കാര്യം പറയാം. അപ്പോൾ വണ്ടിക്ക് തിരിക്കുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ ഓക്കെ, ബൈ. ജാവോ. നമ്മൾ പോവല്ലേ? അപ്പോൾ വാ.